സൗദിയിലെ തബൂക്ക് പ്രവിശ്യയിൽ പ്രഖ്യാപിച്ച അമാല പദ്ധതിയിലെ ട്രിപ്പിൾ ബേ തുറന്നു. അൽവജ്ഹിനും നിയോമിനും അടുത്തായി 3 ഉൾക്കടലുകൾ ചേരുന്നിടത്താണ് ഈ അത്യാഡംബര പദ്ധതി. 6 ലോകോത്തര റിസോർട്ടുകളിൽ ടൂറിസ്റ്റുകളെ വരും ആഴ്ചകളിൽ സ്വീകരിക്കും. സൗദിയിലെ റെഡ് സീ ഗ്ലോബലിന് കീഴിലാണ് അമാല പദ്ധതി. റിയാദിൽ വെച്ച് റെഡ് സീ ഗ്ലോബലാണ് പദ്ധതിയുടെ ആദ്യഘട്ട പൂർത്തീകരണം പ്രഖ്യാപിച്ചത്. തബൂക്ക് പ്രവിശ്യയിലെ അൽവജ്ഹിനോട് ചേർന്നാണ് അമാല പദ്ധതി പ്രദേശം. ആശ എന്ന അർത്ഥം വരുന്ന അമാല ലോകത്തെ അത്യാഡംബര ടൂറിസം കേന്ദ്രമായി മാറും. ആദ്യഘട്ടത്തിൽ 6 ലോകോത്തര ലക്ഷറി റിസോർട്ടുകൾ തുറക്കുന്നുണ്ട്. കൂടാതെ യോട്ട് ക്ലബ്, മറൈൻ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കൊറാലിയം, മറീന വില്ലേജ്, റിസോർട്ടുകളെ പ്രകൃതിയിലൂടെ ബന്ധിപ്പിക്കുന്ന 5 കിലോമീറ്റർ നീളമുള്ള വെൽനസ് റൂട്ട് എന്നിവയും ഉദ്ഘാടനം ചെയ്യും. ബാക്കിയുള്ളവ 3 റിസോർട്ടുകളാണ്. ഇവ വരും മാസങ്ങളിൽ തുറക്കും. പൂർത്തിയാകുമ്പോൾ മൊത്തം 9 റിസോർട്ടുകളും 1600 ഹോട്ടൽ മുറികളുമാണ് ഇവിടെ ഉണ്ടാവുക. പദ്ധതി വഴി 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്ക്. 51 ബില്യൺ റിയാൽ നിക്ഷേപിച്ച ഈ പദ്ധതി വഴി പ്രതിവർഷം 11 ബില്യണിന്റെ വരുമാനമാണ് കണക്കുകൂട്ടൽ. പൂർണ്ണമായും സോളാർ, കാറ്റാടി എന്നിവ വഴിയാണ് വൈദ്യുത ഉപഭോഗം. തബൂക്ക് എയർപോർട്ടിൽ നിന്നും 3 മണിക്കൂറാണ് ദൂരം. അൽവജ്ഹ് എയർപോർട്ടിൽ നിന്നാകും എളുപ്പത്തിൽ എത്താനാവുക. ഈ വിമാനത്താവളം പുനർനിർമ്മാണത്തിലാണ്. ഉടൻ തുറക്കുകയും ചെയ്യും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.